കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ചവറ മേജർ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടെ പ്രധാന ആചാരമായ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ്. മീനം 10, 11 രാത്രിയിലാണ് ചമയവിളക്ക് നടക്കുക. അഭീഷ്ട കാര്യസാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ചമയവിളക്കെടുക്കാറുള്ളത്. വിളക്കെടുപ്പിനായി ആയിരക്കണക്കിന് പുരുഷന്മാരാണ് സ്ത്രീവേഷത്തിൽ ക്ഷേത്രത്തിലെത്താറുള്ളത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്ക് എടുപ്പിക്കുന്നവരുണ്ട്. ചിട്ടയായ വ്രതശുദ്ധിയോടെ വേണം ചമയവിളക്കെടുക്കാൻ. അപൂർവമായ ആചാര വൈവിധ്യം കൊണ്ട് ലോകശ്രദ്ധയിലെത്തിയ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും വിശ്വാസങ്ങളും ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പല പരിസരം. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം കാട് പിടിച്ചു കിടക്കുകയായിരുന്നത്രേ. ഭൂതക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു. ഈ സ്ഥലത്ത് കാലിമേയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്തോ ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. കുട്ടികൾ ഭയന്ന മുതിർന്നവരെ വിവരമറിയിച്ചു. നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വയ്പ്പിച്ചു. ശിലയിൽ സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുവെന്നും നാടിൻ്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നുമായിരുന്നു പ്രശ്നവിധി. അന്നു മുതൽ നാളികേരം ഇടിഞ്ഞു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. കാനന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ ദേവിയുടെ മുന്നിൽ വിളക്കെടുത്തു തുടങ്ങി. ദേവീ സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വയ്ക്കുകയും ചെയ്തു. ഇതോടെയാണ് ക്ഷേത്രത്തിൻ്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങിയത്. വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദൈവപ്രശ്നവിധി ഉണ്ടായതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു. ശക്തി സ്വരൂപിണിയും വാത്സല്യനിധിയുമായ ദേവി ഭക്തരിൽ കരുണാമൃത വർഷം ചൊരിഞ്ഞ ഇവിടെ വാണരുളുന്നു. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ഗണപതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. തിരുവനന്തപുരം കൊച്ചി ദേശീയ പാതയോരത്ത ചവറയ്ക്കടുത്താണ് കൊറ്റൻകുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം നഗരകേന്ദ്രത്തിൽ നിന്നും 17 കിലോമീറ്ററും കരുനാഗപ്പള്ളിയിൽ നിന്നും 10 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കൊല്ലം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ ഇറങ്ങി ബസ് മാർഗവും ഇവിടേക്കെത്താം. തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നേരിട്ട് ബസ്സിൽ പോകാം. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെങ്കിൽ ചവറയിലിറങ്ങി ലോക്കൽ ബസ്സിൽ കൊറ്റൻകുളങ്ങരയിലെത്താം. ചവറയിൽ നിന്നും 1 കിലോമീറ്റർ താഴെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് ദൂരമുള്ളൂ.